വിറ്റ്നസ് ന്യൂസും റീഡേഴ്സ് ഡൈജസ്റ്റ് കൊച്ചിയും ചേർന്ന് നടത്തിയ തിരഞ്ഞെടുപ്പ് സർവേ ഫൈനൽ റിപ്പോർട്ട്. കടുത്തുരുത്തി നിയമസഭാ മണ്ഡലം. കടുത്തുരുത്തി നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ നിലവിലെ രാഷ്ട്രീയ നിലപാടുകൾ വിശകലനം ചെയ്തുകൊണ്ടുള്ള വിപുലമായ സർവേ റിപ്പോർട്ടാണ് വിറ്റ്നസ് ചാനൽ പുറത്തുവിടുന്നത്. സർവേ വിവരങ്ങൾ ഇങ്ങനെ: ആകെ സാമ്പിൾ സൈസ് 3980, പ്രതികരിച്ചവർ 3012, നിശബ്ദ വോട്ടർമാർ 734. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ 11 പഞ്ചായത്തുകളിലായി റാൻഡം സാമ്പിളിംഗ് രീതിയാണ് ഈ സർവേക്കായി ഉപയോഗിച്ചത്. പഞ്ചായത്തുകളിൽ നിന്ന് വിവിധ പ്രായത്തിലുള്ളവർ, ലിംഗസമത്വം ഉറപ്പാക്കി വ്യത്യസ്ത തൊഴിൽ മേഖലയിലുള്ളവർ എന്നിവരെ നേരിട്ട് കണ്ട് വിവരങ്ങൾ ശേഖരിച്ചു. കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കാർഷിക മേഖലയിലുള്ളവർക്കും യുവ വോട്ടർമാർക്കും സാമ്പിളിംഗിൽ പ്രത്യേക മുൻഗണന നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കത്തിൽ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA മോൻസ് ജോസഫിന് അനുകൂലമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ LDF സ്ഥാനാർത്ഥിയായി മുൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ നിർമ്മല ജിമ്മി വന്നതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി. ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വനിതകളുടെ വലിയ പിന്തുണയും വീണ്ടും ഇടതുമുന്നണി ഭരണത്തിൽ വരുമെന്ന വിശ്വാസവും നിർമ്മല ജിമ്മിക്ക് തുണയായി. 25 വർഷമായി MLA ആയിരുന്ന മോൻസ് ജോസഫ് കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിൽ യാതൊരു വികസനവും നടത്തിയില്ല എന്ന പ്രചാരണം കണക്കുകൾ നിരത്തി LDF മുന്നോട്ട് വെച്ചത് മോൻസിനെതിരായി ചിന്തിക്കുവാൻ സാധാരണ വോട്ടർമാരെ പ്രേരിപ്പിച്ച ഘടകമാണ്. പോസ്റ്റർ, ഫ്ലെക്സ് ഉൾപ്പെടെയുള്ള പരസ്യ പ്രചാരണങ്ങളിൽ UDF മുൻപന്തിയിലാണെങ്കിലും വീട് കയറിയുള്ള പ്രചാരണത്തിൽ LDFനാണ് മേൽക്കൈ. വോട്ട് ഷിഫ്റ്റ് അവലോകനം. കഴിഞ്ഞ തവണ 4500 വോട്ടിനായിരുന്നു LDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. ഈ വോട്ടർമാരിൽ 99% പേരെയും കൃത്യമായി തന്റെ പക്ഷത്ത് നിലനിർത്തുന്നതിൽ നിർമ്മല ജിമ്മി വിജയിച്ചു. UDFിലെ കേരള കോൺഗ്രസിലുണ്ടായിരിക്കുന്ന വിഭജനം UDF വോട്ടുകളിൽ വലിയ വിള്ളലുകൾ ദൃശ്യമാണ്. ഇതിൽ 5% വോട്ടുകൾ LDFിലേക്കും 6% വോട്ടുകൾ NDAയിലേക്കും മാറുന്നു. NDAയ്ക്ക് ലഭിക്കാവുന്ന മുൻതൂക്കം. മുൻകാലങ്ങളിൽ പേരിനൊരു സ്ഥാനാർത്ഥി എന്ന നിലയിലായിരുന്നു BJP പ്രവർത്തനം നടത്തിയിരുന്നതെങ്കിൽ NDA വോട്ടുകളിൽ ഇപ്രാവശ്യം വലിയ വർധനമാണ് കാണാൻ കഴിയുന്നത്. UDFിൽ നിന്ന് നല്ലൊരു ഭാഗം വോട്ട് NDAയിലേക്ക് എത്തും എന്ന് സർവേയിൽ വ്യക്തമാണ്. അന്തിമ വോട്ട് വിഹിതം ഇങ്ങനെ: LDF 45%, UDF 43%, NDA 11%, മറ്റുള്ളവർ 1%. UDF വോട്ടുകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നിർമ്മല ജിമ്മിക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. നിലവിലെ കണക്കുകൾ പ്രകാരം 5000-നും 9000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ നിർമ്മല ജിമ്മി മണ്ഡലം പിടിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു.